കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17 7 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട്, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോസഫാത്ത് ആശ്രമ ജീവിതം നയിച്ച വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം മെത്രാനായി, രക്തസാക്ഷിയുമായി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്താണ് വരാൻ പോകുന്നത്. തൻ്റെ തന്നെ ജനം അവനെ വധിക്കാനൊരു അവസരം നോക്കി നടക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, നിങ്ങൾക്ക് എൻ്റെ ജീവൻ എടുക്കാനുള്ള താല്പര്യമുണ്ട് എന്നെനിക്കറിയാം. എനിക്ക് അപ്രകാരം എൻ്റെ ജീവൻ വിശ്വാസത്തെ പ്രതി, നിങ്ങളെ പ്രതി ദൈവത്തിന് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ റെഡിയാണ്. എപ്പം നിങ്ങൾ എൻ്റെ ജീവൻ എടുത്താലും ഞാൻ ഈ ലോക ജീവിതം വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെ ധീരതയോടെ അദ്ദേഹം വിശ്വാസം ജീവിച്ചു, തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റി ദൈവത്തിനു വേണ്ടി നിലകൊണ്ട് സന്തോഷത്തോടെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. നമുക്കിതുപോലെ ഒരു ദൈവാനുഭവം ബോധ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്തം ചിന്തയുള്ള രക്തസാക്ഷിത്വം അല്ലെങ്കിലും രക്തം ചിന്താതെ കണ്ടുള്ള രക്തസാക്ഷിത്വം വരിക്കാൻ നമുക്ക് സാധിക്കും. അതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും എന്നുള്ളത് കർത്താവിൻ്റെ വചന സന്ദേശമാണ് എന്ന് നമുക്കറിയാം. ഇന്നത്തെ ആദ്യ വായന ഇവിടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. അവ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇത് നമ്മുടെ ഒരു കടമയാണ്. നമ്മൾ ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ചവരായിട്ട് നമ്മൾ മാറണം. പഠിച്ചവർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, പ്രായം ചെന്നവർ ചെറുപ്പക്കാരെ പഠിപ്പിക്കണം, നേർവഴിയിൽ ജീവിക്കാൻ അവർക്ക് മാതൃകയായിട്ട് മാറണം. അങ്ങനെ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും വിളിക്കപ്പെട്ടവരാണ് എന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട്, നമ്മൾ ഈ പഠിച്ചതനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് അനുസരിക്കണമെന്നൊന്നുമില്ല. പഠിച്ചത് അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാകുന്നതും നമ്മെ അനുഗ്രഹിക്കുന്നതും. മൂന്നാമതൊരു കാര്യമുണ്ട്, പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കുക. ഒരുപാട് കാര്യങ്ങൾ പുണ്യാഭ്യാസത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായന നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ക്രിസ്തീയ ജീവിതം ധന്യമാകാൻ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത്, പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് പറഞ്ഞത് പുണ്യാഭ്യാസം. വിദ്യാഭ്യാസവും പുണ്യാഭ്യാസവും, പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പുണ്യാഭ്യാസം നടത്തുന്നവർക്കാണ് ആത്മീയതയിൽ സ്ഥിരതയുണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പാപം ഒഴിവാക്കി ജീവിച്ചാൽ മാത്രം പോരാ, പുണ്യങ്ങൾ
അഭ്യസിക്കുന്നവരായിട്ട് മാറണം. അതിനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ആത്മീയതയിൽ സ്ഥിരതയുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം ഇതാണ്, നമ്മൾ ദൈവവചനത്തിന് ഒരു അപമാനം വരുത്തരുത്, മറിച്ച് വചനത്തെ ആദരിക്കുന്നവരായി മാറണം. സുഭാഷിതങ്ങൾ 16:20 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം ആദരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ ഒരു പ്രതിഫലമാണ്. അവർക്ക് ഉത്കർഷം ലഭിക്കും. ഉത്കർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സന്തോഷവും അഭിവൃദ്ധിയും ഒന്നു ചേരുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അവിടെയെല്ലാം അഭിവൃദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊതിക്കാത്തവരാരാ ഉള്ളത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദൈവവചനം ആദരിക്കുന്നവരായിട്ട് മാറണം. ആ വചനത്തിന് ഒരു വിധത്തിലും അപമാനം വരരുത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തക്ക പ്രതിഫലം ആഗ്രഹിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരും. കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പരാതിയും പറഞ്ഞെന്ന് വരും. ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു കാര്യം, കർത്താവ് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ഭൃത്യൻ വയലിൽ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ, നീ ഇത്രയും നേരം അധ്വാനിച്ചതല്ലേ, അതുകൊണ്ട് നീ വേഗം ഭക്ഷണം കഴിച്ചോ, ഞാൻ കാത്തിരിക്കാം, ഇത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചോളാം, അങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഭക്ഷണം റെഡിയാക്കുക, എന്നിട്ട് നിന്നത് വിളമ്പി തരിക, അതെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് ഭക്ഷിക്കാം എന്നല്ലേ സാധാരണ പറയാറുള്ളത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഒരു വലിയ പാഠം പഠിക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, അൺഅസ്യൂമിങ്. അൺഅസ്യൂമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിഷ്കാമകർമ്മം, നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ഇപ്പം തന്നെ തക്കതായ പ്രതിഫലം കിട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നതിനേക്കാൾ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തു, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ചെയ്തു, പ്രതിഫലം ദൈവം തരേണ്ടതാണ്. മറ്റൊരാളെ സഹായിച്ചതായിരിക്കാം, പക്ഷെ ദൈവത്തെ പ്രതിയാണ് ഞാനത് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ ആളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. അവർക്ക് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഓരോ കാര്യം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ചിലരുടെ കുഴപ്പം, അവരൊരു മരം കുഴിച്ചു വെച്ചാൽ അതേൽ ഫലമുണ്ടായി, അത് കഴിച്ചു കഴിഞ്ഞാലേ അവർക്കൊരു സന്തോഷമുള്ളൂ. വേറെ ചിലർക്കുണ്ട്, അവരൊരു മരം കുഴിച്ചു വെക്കുമ്പോൾ കുഴിച്ചു വയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഫലം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്നതിൽ തന്നെ എനിക്കൊരു സന്തോഷം. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിരാശയോ പരാതി പരിഭവമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ഥാനമുണ്ടാകില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത്, ഈ ലൂക്ക 17-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ വർധന വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നൊരു കാര്യമാണ് 10-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷവും നിങ്ങൾ പറയുക, ഞങ്ങൾ എളിയ ദാസര്, ഞങ്ങളുടെ കടമ ഞങ്ങൾ നിറവേറ്റി, അതിന് ഇനി മറ്റുള്ളവരെന്താ നമ്മളെ പ്രശംസിക്കാനിരിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കടമ നിറവേറ്റി. ആ ഒരു മനോഭാവത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണേലും, പഠിച്ചാലും ജീവിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടുള്ളതാണേലും, ആ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം വെച്ച് തരുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.